സജു 243 ആകെ സീറ്റ് നില. അതിൽ ഭരണം പിടിക്കാൻ വേണ്ടത് 122 എന്ന് വെച്ചാൽ മാജിക് നമ്പർ 122. ആ 122 എന്ന ഫിഗറിലേക്ക് ആരെത്തും എന്ന ആകാംക്ഷയ്ക്ക് അറുതിയാവാൻ പോകുന്നു. വെറും 1.5 മണിക്കൂർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സജു, അറിയേണ്ടത് അതിന്റെ സൂചനകളായി എന്തായിരിക്കും ബീഹാർ കാത്തുവച്ചിരിക്കുന്ന ജനവിധി എന്നതിന്റെ കൃത്യമായ സൂചനയായി നമുക്ക് എക്സിറ്റ് പോളുകളെ കാണാൻ കഴിയുമോ? 10 എക്സിറ്റ് പോളുകളിൽ 8ഉം NDAക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്ന് പ്രവചിച്ചതാണ്. അതിൽ 2 എക്സിറ്റ് പോളുകൾ മാത്രമാണ്, 2 ഏജൻസികൾ മാത്രമാണ് മഹാഗഠബന്ധൻ അവിടെ അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ എത്ര വലിയ ആത്മവിശ്വാസം NDA ക്യാമ്പിന് നൽകിയിട്ടുണ്ട്? പൂർണ്ണമായി 90% എക്സിറ്റ് പോളുകൾ പ്രതികൂലമായെങ്കിൽ കൂടിയും എന്തൊക്കെ ഘടകങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇപ്പോൾ ഈ അവസാന നിമിഷങ്ങളിലും മഹാഗഠബന്ധൻ മഹാസഖ്യം നിലനിൽക്കുന്നത്? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഈ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ അലട്ടിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സുമോട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ പല സ്ഥലങ്ങളിലൊക്കെയും സന്ദർശിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റിയിട്ടില്ല. അവർക്ക് നല്ല റോഡില്ല, വീടുകളില്ല, അത്തരത്തിലുള്ള യാതൊരു സൗകര്യങ്ങളും അവർക്കില്ല. പക്ഷേ അവർ ആർക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ ആരോടൊപ്പമാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പലരും പറയുന്നത് നിതീഷ് ചാച്ച എന്നുള്ള പേര് മാത്രമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതി തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ ഇതുവരെ അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളോ ഒന്നും തന്നെ നിതീഷ് കുമാറിനെതിരെ ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം അദ്ദേഹം സൃഷ്ടിച്ച ഒരു വഴിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പല പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഗുണകരമായിട്ടുള്ള സാമ്പത്തിക പാക്കേജുകൾ നടപ്പിലാക്കുന്നു. അതോടൊപ്പം തന്നെ മദ്യനിരോധനം കൊണ്ടുവരുന്നു. ഇപ്പൊ ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ സ്ത്രീകളായിട്ട് മാറുമ്പോൾ സ്ത്രീ വോട്ടുകൾ ഏറ്റവും കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് JDUവിലാണ്, NDA പക്ഷത്താണ്. അത് സ്വാഭാവികമായിട്ടും NDAക്ക് ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോളുകളൊക്കെയും ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ 12 എക്സിറ്റ് പോളുകളാണ് ഇതുവരെ വന്നത്. ഇതിൽ ഏകദേശം 8 എക്സിറ്റ് പോളുകളും ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത് NDA മുന്നണിക്കാണ്. അതിൽ 6 എക്സിറ്റ് പോളുകളാണ് ഒരു 130നും 163നും ഇടയിലേക്ക് NDAയുടെ സംഖ്യ ഉയരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എത്ര കണ്ട് ശരിയാകുമെന്നുള്ളതിലാണ് ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ 2015ലെയും 2020ലെയും തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ 60% എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റായിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യം തന്നെ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ഈ വോട്ട് ചെയ്തിട്ട് വന്നവരോട് ഈ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഡേറ്റാസ് കിട്ടുന്നത്. അത് എത്ര കണ്ട് ശരിയാകും എന്നുള്ളത്. അവർ വോട്ട് ചെയ്തതും പ്രത്യേകിച്ച് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനങ്ങളോ അല്ലെങ്കിൽ മറ്റ് യാതൊരു സൗകര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാരോട് ചോദിക്കുമ്പോഴും അവർ ആർക്ക് വോട്ട് ചെയ്യും ചോദിക്കുമ്പോൾ അവർ ഒരുപക്ഷെ പറയുന്നത് BJPക്കോ അല്ലെങ്കിൽ നിതീഷ് കുമാറിനോ ആണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. അതായത് അവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയില്ല. അതാണ് ബീഹാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ അവിടുത്തെ വോട്ടർമാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ അവർ എടുക്കുന്ന ചില ധീരമായ നിലപാട് പോലെ അത്തരം ഒരു സാഹചര്യം ബീഹാറിലില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലേക്ക് ഒരു ഭയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ടാണ് ഈ ഏജൻസികൾ എടുത്തിട്ടുള്ളത്, അതിന്റെ ഒരു ആകത്തുക എന്താണെന്നുള്ളത് ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5 മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആദ്യ ബലസൂചനകൾ വ്യക്തമാകും. എങ്കിൽ തന്നെ നമുക്ക് ഒരു അവസാനവട്ട ഒരു അവലോകനം നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സർവേകൾ പറയുന്നത് 147 മുതൽ 167, അത് മാട്രിക്സ് സർവേയാണ്, 167 വരെ സീറ്റുകൾ പിടിച്ച് NDA അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ അവർ പറയുന്നു മഹാസഖ്യം 70 മുതൽ 90 സീറ്റുകൾ വരെ മാത്രമേ നേടാനാകൂ എന്നാണ്. അപ്പോൾ അതിൽ പല ചോദ്യങ്ങളും ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് വന്ന ചില സർവേകൾ സൂചിപ്പിക്കുന്നത് മാജിക് നമ്പറിന് താഴെ, അതായത് 121 മാത്രമാണ് ഈ ഒരു NDAയുടെ ഒരു പോക്കിനെ അവർ വിശദീകരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജെൻസി വോട്ടുകൾ, യുവാക്കളുടെ വോട്ടുകൾ, അതൊക്കെയും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അത്
യുവ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ യുവാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് വ്യക്തമാക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ ഈ ജെൻസി വോട്ടുകളും യുവ വോട്ടുകളും കൃത്യമായിട്ട് അത് മഹാസഖ്യത്തിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ മഹാസഖ്യം ഈ 100 കടക്കും, അതായത് 118 വരെ വരും എന്നുള്ളത് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഈ മാജിക് നമ്പർ 6 കടക്കും എന്നുള്ളതിലും ഇപ്പോഴും ചില അവ്യക്തതകൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുതിയ ഒരു പാർട്ടിയായ പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടി തന്നെയാണ്. ജൻസ്വരാജ് പാർട്ടി എത്ര വോട്ട് പിടിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ ആരുടെ വോട്ട് പിടിക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് മുന്നാക്ക വോട്ടുകളും അതോടൊപ്പം തന്നെ ഈ യുവ വോട്ടുകളുമാണ് പ്രധാനമായിട്ടും ജൻസ്വരാജ് പാർട്ടിയിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. 4 മുതൽ 6 സീറ്റുകൾ വരെയും അതുപോലെ 5 മുതൽ 8 സീറ്റുകൾ വരെയും എന്നാണ് പല സർവേകളും പറയുന്നത്. അപ്പോൾ അവർ ഏകദേശം ഒരു 5 സീറ്റുകൾ വരെ പിടിക്കാനുള്ള സാധ്യതകളാണ് എല്ലാ ഈ പറയുന്ന എക്സിറ്റ് പോളുകളും പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം ശരിയാകും എന്നുള്ളത് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം ഒരു ഇലക്ഷൻ മാൻഡ്രേക്കാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ എത്ര കണ്ട് മനുഷ്യർ വോട്ട് രേഖപ്പെടുത്തും, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിന്, പ്രശാന്ത് കിഷോറിന്റെ ആശയത്തിന് എത്ര വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങൾ വില കൽപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഈ നഗരപ്രദേശങ്ങളും അതോടൊപ്പം തന്നെ സെമി അർബൻ മേഖലയിലുമാണ് പ്രശാന്ത് കിഷോറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അത് ഈ ജോലിയുള്ള, അതായത് ഈ സർക്കാർ ജോലിക്കാർ, അതോടൊപ്പം തന്നെ സെൻട്രൽ സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു യുവ നേതൃത്വവും അതോടൊപ്പം തന്നെ ഒരു മിഡിൽ ക്ലാസ് വിഭാഗവുമാണ് സ്വാഭാവികമായിട്ടും ഈ ജൻസ്വരാജ് പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുന്നാക്ക വിഭാഗങ്ങൾ, അദ്ദേഹം ഒരു മുന്നാക്കക്കാരനാണ്. അപ്പോൾ മുന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടുകളും പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 12 എക്സിറ്റ് പോളുകളിൽ ഏതൊക്കെയാകും ശരിയാകുക എന്നുള്ളത് ഇപ്പോഴും ചില ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതയായിട്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഈ വോട്ടെടുപ്പിന്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വോട്ട് എണ്ണാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നലെയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഈ സ്ട്രോങ് റൂമുകളിലെ CCTV അടക്കം അപ്രത്യക്ഷമാകുന്നു, അല്ലെങ്കിൽ അവിടെയൊക്കെയും ചില തിരുമുറി നടക്കുന്നുള്ള ആരോപണം കോൺഗ്രസും RJDയും ഒക്കെയും ഉന്നയിച്ചത്. അതെന്തായാലും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള ആരോപണം, അതിന്റെ ആദ്യഘട്ടം ബീഹാറിൽ നടന്നു എന്നുള്ളത് പല വാർത്തകളിലൂടെ, പല ദൃശ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള BJPയുടെ നേതാക്കളും പ്രവർത്തകരും അവിടെ വന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ് ഈ വോട്ടിംഗ് മെഷീനുകൾ, EVM മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിലെ CCTV ദൃശ്യങ്ങൾ പോലും അപ്രത്യക്ഷമാകുന്ന കാഴ്ചകൾ കണ്ടത്. അപ്പോൾ എത്ര കണ്ട് ഇവിടുത്തെ ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇലക്ഷൻ നടപടിക്രമങ്ങൾ അത് നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് ഇപ്പോഴും ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിന് എന്തായിരിക്കും മറുപടി നൽകാൻ പോകുന്നത്? ഇന്ന് രാവിലെയും ഈ മഹാസഖ്യത്തിന്റെ നേതാക്കൾ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, എന്തായാലും ബീഹാറിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട്, വോട്ട് അട്ടിമറിക്കുള്ള ശ്രമം BJP യോടെ നടത്തിയിട്ടുണ്ടെന്നാണ്. എന്തായാലും അതിനൊക്കെ BJP ചെറുക്കാൻ ശ്രമിക്കുന്നത് പരാജയം മുന്നിൽ കണ്ടെന്നുള്ളതാണ്. അതായത് BJPക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ വന്ന 12 എക്സിറ്റ് പോളുകളിൽ 8 എക്സിറ്റ് പോളുകളും ക്ലീൻ സ്വീപ്പായിട്ട് തന്നെ അവർ വിജയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് 130 മുതൽ 160 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. മഹാസഖ്യം 4 സർവേകൾ മാത്രമേ പറയുന്നുള്ളൂ, അതായത് 3 അക്കം കടക്കുമെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ആ ചില ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോഴും നമ്മൾ ഈ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ എക്സിറ്റ് പോളുകളെ എത്ര കണ്ട് നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതും വലിയ ചോദ്യം.